ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 30. ഈ വീഡിയോയിൽ ടോപ്പ് ഡൗൺ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യാറുള്ളത്, എങ്ങനെയാണ് എൻ്റെ ടൈം ഫ്രെയിംസും കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്യാറുള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പലരും ഇപ്പോഴും ചെറിയ ടൈം ഫ്രെയിമിൽ മാത്രമാണ് അനാലിസിസ് ചെയ്യുന്നത്. ഹൈ ടൈം ഫ്രെയിമുള്ള കാര്യങ്ങളും അവർ നോക്കാറില്ല. എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിൽ മെയിനായിട്ട് റീസൺ എന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിമിലെ പല ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക്, FEGs, PDRS മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഓപ്പോസിറ്റ് ട്രേഡും കാര്യങ്ങളും എടുക്കുന്നുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഞാൻ അനാലിസിസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് വീക്കിലി ഉള്ള വ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓവറായിട്ട് ടെക്നിക്കൽ അനാലിസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഏതൊക്കെ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ ഇവിടെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കാറുള്ളതെന്ന് വെച്ചാൽ മന്ത്ലി ടൈം ഫ്രെയിം നോക്കും. മന്ത്ലി ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ EURUSD ചാർട്ട് എടുത്തിട്ടുള്ളത് ഡൗൺ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ നോക്കലാണെങ്കിൽ കുറച്ച് മാസങ്ങളിലായിട്ട് ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളതൊരു പ്രീമിയം പറയുന്ന ഒരു റിയാക്ഷൻ കിട്ടിയിട്ടാണ് പ്രൈസ് ഉള്ളത്. അതേപോലെ ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ലിക്വിഡിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ മന്ത്ലി നോക്കി മനസ്സിലാക്കി വെച്ചു. ഈ ഒരു വീക്കിൻ്റെ അനാലിസിസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മന്ത്ലിലേക്ക് വരുന്ന ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്ത്ലി കുറച്ച് വ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. മന്ത്ലി ബേസ് ആയിരിക്കില്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക, സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. അതായത് ഒരു ഡെയിലി വീക്കിലി ആ വ്യൂവിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. പക്ഷെ നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം, മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ പോകാനുള്ളത്. ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അങ്ങോട്ടേക്ക് തന്നെ പോകുന്നതല്ല, ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മന്ത്ലി ഏകദേശം മനസ്സിലായി പ്രൈസ് ഡൗൺ സൈഡിലേക്കാണ്, ഒരു കൺസോൾട്ടേഷൻ ആണുള്ളത്. അതുപോലെ പ്രീവിയസ് മന്തിൻ്റെ ക്യാൻ്റെ ഹൈയും ലോയെല്ലാം നമുക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ മന്ത്ലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീക്കിലിക്കാണ് പോവുക. വീക്കിലിയിലാണ് ഞാൻ മെയിനായിട്ടുള്ള PDRSും കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്യുന്നത്. വീക്കിലി ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഡെയിലി പ്ലാൻ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഇവിടെ ഞാൻ വീക്കിലി കുറച്ച് പ്രൈസ് ആക്ഷൻ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ്. റീസെന്റ് ഉള്ള ഈ ഒരു പ്രൈസ് ആക്ഷന്റെ ബേസിൽ നമുക്ക് നോക്കാം. പ്രൈസ് ഓൾറെഡി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഓർഡർ ബ്ലോക്കെല്ലാം ടാപ്പ് ചെയ്തിട്ടാണ് അപ്പ് സൈഡൊക്കെ ഒരു മൊമെന്റം തന്നിട്ടുള്ളത്. ഈ ഒരു ഹൈയിലുള്ള ലിക്വിഡിറ്റീസും കാര്യം സ്വീപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. റീസെന്റ് ക്രിയേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളിലാണ് ഇവിടെ ഡ്രോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു IFEG എടുക്കാൻ പറ്റുന്ന, ഒരു PDR ആയിട്ട് IFEG എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഒരു പ്ലസ് IFEG ഉണ്ടല്ലേ ഇവിടെ. അപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ മന്ത്ലി പോയി ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തു. മെയിൻ ആയിട്ടുള്ള PDRSും കാര്യങ്ങളും ഞാൻ വരക്കുന്നത് വീക്കിലിയിലായിരിക്കും. വീക്കിലി ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡെയിലിയിലേക്ക് പോകുന്നുണ്ടാവുക. വീക്കിലി നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു IFEG ഉണ്ട്. നെക്സ്റ്റ് ആണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്രൈസ് ഓൾറെഡി ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ നോക്കുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആണ്, ഇതൊരു ഇന്റേണൽ ലിക്വിഡിറ്റി ആണ്. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു ഹൈ എല്ലാം നമുക്ക് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇതൊരു ഓൾഡ് ഹൈ ആണ്, ഇതൊരു ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഹൈയും മാർക്കറ്റ് വന്നിട്ട് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്സൈഡിലേക്ക് ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീക്ക് നമുക്ക് ബുള്ളിഷ് എക്സ്പെക്ടേഷനും വെക്കാം. അതേപോലെ ഈ IFEGയിലേക്കുള്ളൊരു റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി പ്രീവിയസ് ഹൈ, അതായത് വീക്കിന്റെ ഹൈ സ്വീപ്പ് ഔട്ട് ചെയ്തിട്ടാണ് റിയാക്ഷൻ തന്നിട്ടുള്ളത്. ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും ഒരു സ്വീപ്പും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീക്കിലി ഉള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡിലേക്കും പോവാം, അതേപോലെ ഡൗൺ സൈഡിലേക്കും പോവാം അല്ലേ. കൂടുതലായിട്ട് പ്രോബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വന്നേക്കാം. ഇനി നമുക്ക് ഡെയിലി പോയിട്ട് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം പിക്ചറിൽ നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക. ഈ ഒരു ഹൈ വരെ നമുക്ക് പോയേക്കാം, ഈ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി വരെ പോയേക്കാം, ഈ ഒരു റിട്രേസ്മെന്റ് നമുക്ക് ഈ ഒരു വീക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ കുറച്ചും കൂടി സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പിക്ചർ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് വീക്കിലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഡെയിലി പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാച്ച് ഔട്ട് ചെയ്യാം. മന്ത്ലി, വീക്കിലി, ഡെയിലി. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഡെയിലിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഹൈനാണ് നമുക്ക് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു ഹൈ വന്നിട്ട് അല്ലേ, ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഒന്ന് സ്വീപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ക്യാൻഡിൽ ഡൗൺ സൈഡ് വന്നിട്ട് ക്ലോസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു പ്രൈസ് ആക്ഷൻ നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി കണ്ടായിരുന്നു ഈ ഒരു
ഹൈ സീപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഹൈസ് എല്ലാം സീപ്പ് ഔട്ട് ചെയ്തിട്ടായിരുന്നു പ്രൈസ് റിയാക്ഷൻ എന്ന ഡൗൺ സൈഡിലേക്ക് പോയിട്ടുള്ളത്. അതേപോലെ ഡെയിലിയിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതേപോലെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയർ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈയും ഈ ഒരു ലോയും കൂടി നോക്കുന്ന സമയത്ത് ഇതായിരിക്കും നമുക്കൊരു PDR ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടാണ് ഈ ഒരു എക്സ്റ്റേണൽ എടുത്തിട്ടുള്ളത് അല്ലേ. നമുക്കിനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു PDR ഉണ്ടല്ലേ, ഒരു FEG ഉണ്ട്. അത് നമുക്ക് PDR ആണ്. ഈ FEG നമുക്ക് ഡെയിലിയിൽ PDR ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു റിയാക്ഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി നമുക്ക് ഓൾറെഡി ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്യാനിലെ ഹൈയും സീപ്പ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് മൺഡേ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്യാനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈൻ്റെ മുകളിലും ധാരാളം ലിക്വിഡിറ്റി ഉണ്ടാവും. ഷോർട്ട് ടൈം ആയിട്ട് സെല് ചെയ്തവരെല്ലാം എന്തുണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെക്ടേഷനിലും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റും, ഈ ഒരു ഹൈയും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഏരിയ കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ നോക്കുന്ന സമയത്ത് ഇതായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു FEG ആയിരുന്നു. ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടി. പ്രൈസ് വേണമെങ്കിൽ ഈ ഒരു ഹൈ എടുത്തേക്കാം, അതേപോലെ തന്നെ ഈ ഒരു ലെവലിലേക്കും വന്നേക്കാം. ഇനി കുറച്ചും കൂടി ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വ്യൂസ് ക്ലിയർ ആയി വരികയും ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ PDRs കാര്യങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ ഡ്രോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയാസ്, അതായത് ഹയർ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടായിരിക്കും ലോവർ ടൈം ഫ്രെയിമിൽ മൂവ്മെന്റ് വരുന്നുണ്ടാകുക. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഏരിയാസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയാസിലെ പ്രൈസ് ആക്ഷൻസ് നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലിയിലുള്ള പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളും വരച്ച് നോക്കുക. വീക്കിൽ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി മരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു FEG ഉണ്ട്. അതേപോലെ ഡെയിലി നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വെക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ വെക്കാറുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. കൺഫ്യൂഷൻസ് ഒന്നും അധികം ക്രിയേറ്റ് ചെയ്യാറില്ല. ഓക്കെ, നമുക്ക് ഡെയിലി കഴിഞ്ഞിട്ടാവും നെക്സ്റ്റ് പോകുന്ന 4 hourലാണ്. മന്ത്ലി ഒരു വ്യൂ ക്രിയേറ്റ് ആക്കി. വീക്കിലി വരുന്ന സമയത്ത് നമ്മളൊരു PDRSും കാര്യങ്ങളും വരച്ചു. ഡെയിലിയിൽ നമ്മൾ PDRSും കാര്യങ്ങളും വരച്ചു. ഇനി 4 hourലേക്ക് പോവാം. 4 hourലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഒരു സ്വീപ്പ് ഔട്ട് നടത്തിയിട്ടുണ്ട് അല്ലേ. പ്രീവിയസ് ഒരു സിങ് ഹൈ എന്താക്കിയിട്ടുള്ളത് ലിക്വിഡിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു റിയാക്ഷൻ എന്ന് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഏരിയയിൽ പ്രൈസ് നിൽക്കുന്ന ഒരു -FEGയിലാണ് അല്ലേ. 4 hourൽ ഇവിടെ നമുക്കൊരു FEG കാണാൻ പറ്റുന്നത് അല്ലേ. ഒരു റിയാക്ഷനും തന്നിട്ടാണ്, ചെറുതായിട്ട് റിയാക്ഷനും തന്നിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത്. നമുക്കൊന്ന് കറക്റ്റായിട്ട് വരക്കാം. നമ്മൾ ഡെയിലി PDRSും കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്ത പോലെ 4 hourലും വന്നിട്ട് നിങ്ങൾ PDRSും കാര്യങ്ങളിലൊന്ന് ഡ്രോ ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് മനസ്സിലായി 4 hourലൂടെ ഒരു -FEG ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ നമുക്ക് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ ഡെയിലിയിൽ ഈ ഒരു ഏരിയ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഹൈ നമുക്ക് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ആ ഒരു ഏരിയ ഞാൻ ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും. ഇപ്പം നമുക്ക് പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും എടുക്കലാണ്. ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടി പോവാം. ഈ ഒരു ഹൈ നമുക്ക് എന്താ പറയുക പ്രീവിയസ് ഡേയുടെ ഹൈ ആണ്. ഈ ഒരു ലോ ക്യാൻഡലിൻ്റെ ലോ നമുക്ക് പ്രീവിയസ് ഡേയുടെ ലോ ആണ്. ഞാൻ അതും കൂടി ഒന്ന് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഡേ ലോ. ഓക്കെ, റൈറ്റ് ബോട്ടം. ഈ ഒരു ഐഡിയാസും കാര്യങ്ങളെല്ലാം ഞാൻ ഹൈ ടൈം ഫ്രെയിമിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ 4 hourൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു FEGസും കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലോസ് കിട്ടി ഒരു ഇൻവേർഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് ആ ഏരിയയിൽ റിയാക്ഷൻ വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, 4 hourൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിംഗിളോ പ്രീവിയസ് ഡേയുടെ ഒരു ലോ നമുക്ക് ഇതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹൈ നമുക്ക് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ടുണ്ട് അല്ലേ. ഇതൊരു പ്രീവിയസ് ഡേ ഹൈയും കൂടിയാണ്. ക്ലിയർ? അപ്പോൾ 4 hourൽ നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് എൻ്റെ ട്രേഡ് അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹവർലി ടൈം ഫ്രെയിമിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമുക്ക് കൂടുതൽ പിക്ചേഴ്സും കാര്യങ്ങളും ക്ലിയർ ആകുന്നുണ്ടാകുക ഹവർലി ക്യാനിൻ്റെ ബേസിലായിരിക്കും. ഇവിടെ ഒരു ബൈസൈഡിൽ കുടിച്ചിട്ടുണ്ട്, പ്രൈസ് റിയാക്ഷൻ തന്നു, ഇൻറ്റേർണൽ വന്നു, വീണ്ടും ഈ ഒരു എക്സ്റ്റേണൽ എടുത്തിട്ട് നേരെ ഇൻറ്റേർണലിലേക്ക് വന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ നിന്നാണ് റിയാക്ഷൻ തന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ നമുക്കൊരു ചെറുതായിട്ടൊരു സ്വീപ്പോട്ട് കിട്ടിയിട്ടാണ് പ്രൈസിൽ നിന്ന് അപ്സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമുക്ക് ഹവർലിയിലുള്ള PDRSും കാര്യങ്ങളും നമുക്ക് ഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് 1 hourൻ്റെ ഒരു FEG ഉണ്ടല്ലേ. ഞാൻ ഒന്ന് മാർക്കൗട്ട് ചെയ്യാം. -FEG 1 hour. നമ്മൾ ഫസ്റ്റ് വീക്കിലി നോക്കി ഒരു PDRSും കാര്യങ്ങളും വരച്ചു. ഡെയിലിയിൽ PDR വരച്ചു. 4 hourലെ PDRSും കാര്യങ്ങളും വരച്ചു.
നമ്മൾ വന്നിട്ടുള്ളത് 1 ഹവറിലാണ്. ഞാൻ മെയിനായിട്ടുള്ള ട്രേഡ് ഐഡിയാസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് 1 ഹവറിൻ്റെ ബേസിലാണ്. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 4 ഹവറിൻ്റെ ഒരു FEGസും കാര്യങ്ങളൊന്നും റിയാക്ഷനും കാര്യങ്ങളും ചെറുതായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇനി ഒരു 7 മിനിറ്റും കൂടി ഉള്ളൂ 1 ഹവറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റിയാക്ഷൻസും കാര്യങ്ങളൊന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഹവർലിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ -FEG ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഷിഫ്റ്റ് കിട്ടലാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഹയർ ടൈം ഫ്രെയിമിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഈ ഒരു ഹൈയും കൂടി വർക്കൗട്ട് ആവുന്നതാണ്. അതേപോലെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഈക്വൽ ലോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഈക്വൽ ലോസ് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ ലോയും കൂടി ഈ ഒരു ഏരിയയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഹവർലിയിലുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു ഏരിയയിൽ വന്ന് നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ പോയിട്ട് സെല് ചെയ്യും. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിൽ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ വാച്ച് ഔട്ടും കാര്യങ്ങളും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ട്രേഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലോ സീപ്പോർട്ട് ചെയ്ത സമയത്ത് എനിക്കിവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു അപ്പ് സൈഡിലേക്ക്. ഞാൻ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ഓക്കെ, 1 ഹവറിന് ശേഷം ഞാൻ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റ്സിലാണ്. ഞാൻ 50 മിനിറ്റ്സിൽ കൂടുതൽ അനാലിസും കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. പക്ഷേ കൺഫർമേഷനും കാര്യങ്ങളും എടുക്കുന്നതിൽ ഞാൻ 50 മിനിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സമയങ്ങളിൽ 5 മിനിറ്റ്സിൽ നമുക്ക് ഫേക്ക് ഔട്ടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ് അല്ലേ. ചെറുതായിട്ട് നമുക്കൊരു ഷിഫ്റ്റ് കിട്ടുന്നതാണ്. പക്ഷേ 50 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഒരു വീക്ക് ക്രിയേഷൻ ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെയുള്ള കൺഫർമേഷൻസും കാര്യങ്ങളും ഞാൻ 50 മിനിറ്റ്സിൽ എടുക്കാറുണ്ട്. ഞാൻ കൂടുതൽ അനാലിസും കാര്യങ്ങളൊന്നും 50 മിനിറ്റ്സിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ട്രേഡ് ചെയ്യാറില്ല സാധാരണ 50 മിനിറ്റ്സിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാറുള്ളൂ. എങ്ങനെയാണ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഏരിയ റിയാക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 50 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു പൊസിഷണൽ ട്രേഡിൽ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതായത് ഒരു 4 ഹവറിൽ കാര്യങ്ങൾ അനാലിസ് ചെയ്യാം, എൻട്രിക്ക് വേണ്ടിയിട്ട് 50 മിനിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1 ഹവറിലാണ് നിങ്ങൾ അനാലിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ്സ് അതേപോലെ 3 മിനിറ്റ് 1 മിനിറ്റ് ഈ രീതിയിൽ പോയിട്ട് എൻട്രീസും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ 50 മിനിറ്റ്സിൽ വന്നിട്ട് ജസ്റ്റ് എൻട്രീസും കാര്യങ്ങളും എന്തെങ്കിലും കൺഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ 50 മിനിറ്റ്സിൽ വന്നിട്ട് നോക്കാം. ഞാൻ കൂടുതലായിട്ടും എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഞാൻ എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. ഞാനിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ പ്രീവിയസ് ഡേ ലോ ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു പ്രീവിയസ് ഡേ ലോ സീപ്പോർട്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഒരു എനർജറ്റിക് മൂവ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയുടെ ഡൗൺ സൈഡിൽ വന്നിട്ട് ഒരു സീപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ആ ഇൻഡിക്കേറ്ററും കൂടി ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലായിരുന്നു ടോപ്പ് ഡൗൺ അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വന്നു. സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ഏരിയയിൽ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. അതേപോലെ ഈ ഒരു ഏരിയാസിലും പ്രീവിയസ് ഡേ ലോൻ്റെ താഴെയും ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഏരിയയിൽ എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലോ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. പ്രൈസ് വന്ന് സീപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം അപ്സൈഡിലേക്ക് പോയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ക്ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലായിരുന്നു എൻട്രിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കൺസിക്യൂട്ടീവ് ആയിട്ട് ഡൗൺ സൈഡിൽ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊരു MSS ആയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് റീട്രേസ്മെന്റ് വന്ന് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ എൻട്രി എടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രിയേറ്റ് ആയി ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, സെക്കൻഡ് വന്നില്ല റെഡ് ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ തന്നെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ലോ ആയിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. എക്സിറ്റ് ചെയ്ത് ഞാൻ ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഹൈ ടൈം ഫ്രെയിമിൻ്റെ ബേസിൽ ലോ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഞാൻ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോസിൽ പറഞ്ഞിരുന്നതാണ് എങ്ങനെയാണ് ട്രേഡും കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. ഞാൻ എൻട്രീസും കാര്യങ്ങളും എൻ്റെ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ലിങ്ക് കൊടുക്കാം, അവിടെ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ എൻട്രീസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് ഷോർട്ട് ടൈം ആയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിന്റെ ബേസിലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. എങ്ങനെയാണ് ടോപ്പ് ഡൗൺ അനാലിസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് മന്ത്ലി പോകുന്നു, വീക്കിലി, ഡെയിലി, അതിനുശേഷം 4 അവർ 1 അവറിലാണ് എൻ്റെ ട്രേഡിങ്ങും പ്ലാനും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 5 മിനിറ്റ്സിലാണ് ഞാൻ എൻട്രിയും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈം ഫ്രെയിം ഇപ്പോൾ ലോ ടൈം ഫ്രെയിം ട്രേഡ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. 1 മിനിറ്റും 3 മിനിറ്റിലായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. അവർക്ക് നിങ്ങൾക്ക് ഞാൻ 5 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് 3 മിനിറ്റും 1 മിനിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാതെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു എൻട്രീസും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കണം. ജസ്റ്റ് ഇന്ന് എടുത്തിട്ടുള്ള ഒരു എൻട്രീസും കാര്യങ്ങളും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഡിസ്കോഡ് ചാനലുണ്ട്, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.